ഹലോ ഗായ്സ്. അങ്ങനെ വീട്ടിലിരുന്ന് പോസ്റ്റ് ആവുന്ന പാത്തുവിനെ കൊണ്ട് പുറത്തേക്ക് പോകുന്ന വിഷ്വലാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം കുട്ടി ട്രൗസർ ഇട്ടിട്ടാണുള്ളത്. ഒരു പാൻറ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇവരെ ഒരുക്കം കഴിയണമെങ്കിൽ എത്ര സമയമാവോ എന്തോ. അങ്ങനെ പാത്തു പാൻറ്റൊക്കെ പൊന്തി കാണിക്കുന്നു. ഡീ ഇതടി അടിയിലുണ്ടല്ലേ. അപ്പോൾ ഞാൻ പേടിച്ചു ഗൈസ്. പിന്നെ അങ്ങനെ പാത്തിങ്ങനെ മൊഞ്ചായിട്ട് റെഡിയാവുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവളെ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഇവിടെ ചെറിയ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. ഞാൻ ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ 3 ഫ്രണ്ട്സായിട്ടാണ് പോയത്. അതിൽ 2 ഫ്രണ്ട്സും കാല് സ്ലിപ്പായിട്ട് താഴെ വീണു. ഐ മീൻസ് പാറേൻ്റെ മുകളിൽ റിസ്കി പ്ലേസ് ആണ്. എന്നാലും ഇതൊക്കെ കാണാനൊക്കെ ഉള്ള രസങ്ങളാണല്ലോ. നിങ്ങൾക്ക് കാണാം ആ വിഷ്വൽസ് നമുക്ക് പോകുന്ന വഴി. പിന്നെ പാത്തുവാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. പാത്തുവാണ് നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവർ. പാത്തുവിനെ നിങ്ങൾക്കറിയില്ല. പാത്തു ജഗലകലാവല്ലഭൻ എന്നു സകലകലാവല്ലഭൻ. പാത്തുവാരെ മക്കള് ലിപ്സ്റ്റിക് എല്ലാം ഭാര്യ തേക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഒരു ജീവിതമില്ല. ലിപ്സ്റ്റിക് യെസ്. അപ്പോൾ പാത്തു റെഡിയാണ്, നമുക്ക് പോകാം. പാത്തു എൻ്റെ പാൻറ് എവിടെ? എനിക്കൊരു പാൻറ് ഇതാ. പാത്തു കണ്ട മുഞ്ചത്തിയായി കണ്ടിക്ക. എൻ്റെ പാത്തു മുഞ്ചത്തിയാണ്. എൻ്റെ പാൻറ് എടുത്ത ഏത് പാൻറ്റാണ്? ഏതെങ്കിലും പാൻറ് എടുത്തു. അപ്പോൾ ഗൈസ് ഞങ്ങളെ ബാക്കിയുള്ള വിവരങ്ങളുമായിട്ട് കാണാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ റെഡിയാണ്. പാത്തു റെഡി, ഞാൻ റെഡി. എനിക്ക് പാൻറ് കിട്ടി ഗൈസ്. യെസ്. ഞങ്ങൾ ഇറങ്ങട്ടെ. നമ്മളെ രാജകുമാരി ഇറങ്ങി വീഴുന്നുണ്ട്. കണ്ട ഫുൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പ്രോട്ടോകോൾ നിയമം പാലിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ? പ്രോട്ടോകോളോ അതായിരിക്കില്ലേ? ബിസ്മില്ലാ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ബൈ. ഞങ്ങൾ എണ്ണ അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഓണം പ്രമാണിച്ച് എല്ലാ ബാർബർ ഷോപ്പ് അല്ലല്ലോ, എന്തൊക്കെ പറയുന്ന പെട്രോൾ പമ്പും അടച്ചിട്ടേക്കാണ്. അതുകൊണ്ട് അവിടെ ക്ലോസ് കാണും. അതാണ് നമ്മൾ പോകാൻ വേണ്ടി ഇരുന്നത്. പിന്നെന്താ നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ ഉണ്ട്. എണ്ണ അടിച്ച് പാത്തൊന്ന് കാണിക്കാൻ പറ്റിയ സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ട് ഞാൻ പോകുന്നു. നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ പെട്രോൾ പമ്പ് കൂടി എടുക്കും. അതും കൂടി ക്ലോസ്ഡ് ആണെങ്കിൽ ഉള്ള പെട്രോൾ പമ്പ് നമ്മൾ തിരിച്ചു പോകും. എന്നോട് പറഞ്ഞ് ഇനി ഒരു പെട്രോൾ പമ്പും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പെട്രോൾ പമ്പ് ഉണ്ട്. പക്ഷെ അവിടെ എത്തുമോ അത് എവിടെയാണ് കട്ട ഫുള്ള് കഴിയാറായിട്ടുണ്ട്. മിന്നുന്ന ഒരു കട്ടയുള്ളത് മിന്നി ഇതൊരു സുഖല്ലേ പാത്തോ? നോക്കി പിടിക്കുന്നു. അങ്ങനെ പാത്തു വണ്ടി ഓടിക്കാൻ പോവുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഇൻസിഡന്റ് ഉണ്ടായി. അത് പെണ്ണുങ്ങളെ വണ്ടി ഓടിക്കുന്നത്. ഈ പെണ്ണുങ്ങളാണ് മൊത്തം പ്രശ്നക്കാർ. എന്നോട് എനിക്ക് എന്താ ഇഷ്യൂ? ഞാൻ ചെയ്യാനാ? പെട്രോൾ പമ്പ് അടച്ചിരിക്കുന്നു. ഞാൻ ഇത് ഗണിച്ചു നോക്കാനാ? ഓണോ? ഓണാണ്. മറ്റൊരു പോകണ്ട. ദൂരെ ഓടിയിട്ട് പെട്രോൾ പമ്പ് കാണുന്നത്. നമുക്ക് തിരിച്ചു പോകാനുള്ള പെട്രോൾ കൂടി ദേഷ്യം കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അത് പറയാ. എനിക്ക് ഓടോടി എന്തോ ദേഷ്യമുണ്ട്, മനഃപൂർവ്വം കൊണ്ടിട്ടത്. നിങ്ങൾ പറ പെട്രോൾ പമ്പില്ലാത്തത് എൻ്റെ കുറ്റമാണോ? തീരും. പക്ഷെ ഞാൻ തിരിച്ചു പോകാനുള്ള പെട്രോൾ
ആക്കിയിട്ടുണ്ട്. അതാ 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 അടുത്ത ആ കണ്ട വിഷയം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ബാഗിൽ ചിരിക്കുന്നത് വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കൂല. പെണ്ണുങ്ങള് ഒരൊറ്റ പോയി തിരിച്ചും മാറും. ഞങ്ങള് മറ്റേ ഇന്ത്യ മാമൂസ് ഉണ്ട്, ചായ ഉണ്ട്, ഷാർപ്പുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കിട്ടിയിട്ടില്ല. അതാണ് നമ്മളുടെ ഇപ്പോൾ പ്രശ്നമായി കിടക്കുന്നത്. ഇതൊരു ചായയും ഷവർമയിലും ഉണ്ട് ബാക്കി. അങ്ങനെ പോകെ മാഷാ അല്ലാ പെട്രോൾ പമ്പ് കണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ വേറൊന്നുമല്ല, പെട്രോൾ പമ്പിൽ ഭയങ്കരമായിട്ട് ബൈക്കും കാറും ഒക്കെ തിരക്ക്. ഇവന്മാർ സൈക്കിളും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവന്മാരും എണ്ണ അടിക്കാൻ വന്നതായിരിക്കുമെന്ന്. അങ്ങനെ കുട്ടികൾ ഓണല്ലേ, അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിന്ന് എണ്ണ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ എണ്ണയെല്ലാം അടിച്ചിട്ടുണ്ട്. എണ്ണ അടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ എണ്ണ അടിച്ചു ഗായ്സ്. പറഞ്ഞില്ലേ പാത്തു, ഒരൊറ്റ ഗേറ്റ്സ് പോവാം. ഈ പെട്രോൾ പമ്പിൽ വന്നിട്ട് തിരിച്ച് പുരയിൽ എത്തോ ഇല്ലോ, പുരേൻ്റെ ഏകദേശം അടുത്തെത്താം എന്നുള്ളൊരു രീതിയിൽ എണ്ണ ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു. അതിൻ്റെ ഗേറ്റ്സിൻ്റെ മുകളിൽ ഇറങ്ങി തിരിച്ചതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് എന്തായി, നമുക്ക് ഇവിടുന്ന് പെട്രോൾ പമ്പ് കിട്ടി, പെട്രോൾ കിട്ടി. പെട്രോൾ പമ്പ് കിട്ടിയെന്നല്ല, പെട്രോൾ കിട്ടി. അതൊരു സന്തോഷം. അങ്ങനെ പാത്തന്നെ പ്രാഗ് ചെയ്യാണ്. ഏത് കാട്ടറോ റോഡും കൂടി എന്നെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഓരോ കട്ട റോഡും കാണുമ്പോൾ ഓരോ കുണ്ടും കൈയും കാണുമ്പോൾ അതൊന്നും കോമഡി. ഇപ്പോഴത്തെ നല്ല റോഡുണ്ടാവേ, എന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് കൂടി ചളി കൂടിയുള്ള കുണ്ടും കുയ്യും ചാടിച്ചിട്ട് നന്നില്ല. നല്ല റോഡ് ഇപ്പോഴത്തെ സൈഡ് ഉണ്ടാവും. ചെറിയൊരു കുണ്ടിന് വരെ ഇതൊന്നും ഞാൻ ഇതിന് മുന്നേ മറ്റേ അനീസിന്റെ അടുത്ത ഇടയിൽ നിന്ന് വണ്ടി മുറിച്ചിട്ടേക്കുന്നല്ലേ നീ അന്നേരം കണ്ടില്ലല്ലോ. ആന്ന് മഷാല്ലാ അങ്ങനത്തെ നല്ല നല്ല ചിന്തകളൊക്കെ വരണം എൻ്റെ ഭാഗത്തുനിന്ന്. പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലേനും കേട്ടോ. വണ്ടി മുറിച്ചിട്ടേക്ക് എന്നിട്ട് ഞാനാ രണ്ടടി തലക്ക് കൊടുത്തത്. അതിൻ്റെ 2 ദിവസം പിണങ്ങി കുത്തുന്നതാ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അതെ, വാഹനം നമ്മളതാണ്. എന്ത് തന്നെ പറ്റിക്കഴിഞ്ഞാലും നമ്മൾ തന്നെ അതിനെ നോക്കേണ്ടി വരും. വേറെ ആരും വരത്തില്ലല്ലോ. അതോ എക്സെപ്റ്റർ കൊടുത്താലേ വണ്ടി പോവുള്ളൂ. ഇങ്ങനെ കൊണ്ട് തന്നെ കാലത്തുണ്ടെങ്കിൽ വരും. ഈ കാണുന്നത് റബ്ബർ തോട്ടം. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. റോഡ് പണി വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ചുവട് പടികളാണ്. റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ആണ് നമ്മൾക്ക് നല്ല റോഡാണ് കേട്ടോ. പക്ഷെ നമുക്ക് ആ റോഡ് ആവശ്യമില്ല. മാഷാല്ലാ പറയാതിരിക്കാൻ വയ്യ. അങ്ങോട്ടേക്ക് ചെന്ന് നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു വിഷ്വൽ എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നല്ല മലയും കോടയൊക്കെയാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് കാഴ്ചകളും കണ്ട് അടിപൊളി ഒന്നും പറയാനില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ആ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ അവിടുത്തെ അവസ്ഥ എന്തെന്ന് അറിയത്തില്ല. ഇന്നലെ പോയപ്പോൾ നല്ല വഴുതലും വീണെന്നൊക്കെ, അപ്പോൾ ഫ്രണ്ട്സൊക്കെ വീണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ബാ കാണാം. അങ്ങനെ അവസാനം ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഇത് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല വെള്ളത്തിനൊക്കെ നല്ല ക്ലാരിറ്റി അടിപൊളി കേട്ടോ. ആ പാറയൊക്കെ കണ്ടോ നല്ല രീതിയിൽ വഴുതി കിടക്കുകയാണ്. അങ്ങനെ ഞാൻ ഒന്ന് ഇറങ്ങി കാലൊന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മാഷാല്ലാ ഈ കല്ലിൽ ഈ പാറയിൽ തട്ടി വീഴുന്ന വെള്ളമായതുകൊണ്ട് അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. നല്ല സുഖമുണ്ട്. ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ തന്നെ സുഖമുണ്ട്. പിന്നെ കുളിച്ചാലുള്ള അവസ്ഥ പറയണ്ട. പിന്നെ അങ്ങ് വെള്ളച്ചാട്ടം കണ്ട അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പാറക്കെട്ട് ഈ പാറയെല്ലാം വഴുതലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്.
താണ്ടി വന്നു ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ചെരുപ്പ് ഗൈസ്, ഈ ചെരുപ്പ് ഞാൻ പണ്ടേ മേടിക്കുന്ന ചെരുപ്പാണ്. പക്ഷെ ഇതിന്റെ ഉപകാരം ശരിക്കും എനിക്ക് ഇന്നാ മനസ്സിലായത്. ഇന്നലെ അതുകൊണ്ടാണ് എനിക്ക് ഈ ചെരുപ്പ് തന്നത്, ഇനി ഇട്ടോ വന്നത്. ഒരു വലിയ സങ്കടമുണ്ട്. വേറെ എന്താണെന്നറിയാം, ഒരു സങ്കട വാർത്തയാണ് പറയാനുള്ളത്. ഇതുപോലെ ഇക്കാരൻ ചെരുപ്പിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന ചെരുപ്പ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. ഞാനത് വാഷ് ചെയ്ത്, അപ്പം മറ്റേ ചെരുപ്പ് ഓൾറെഡി ഇക്കാട് ചെരുപ്പാണല്ലോ, അപ്പോൾ അത് ഇക്കാട് കാലിൽ കിടക്കും. അപ്പോൾ എൻ്റെ ഇക്കാടെ സേഫ്റ്റി നോക്കാണ്ട് എന്നോട് പറഞ്ഞു, നീ ഈ ചെരുപ്പ് ഇട്ടോളാൻ പറഞ്ഞ് എനിക്ക് കൈമാറുന്നുണ്ട്. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ വീണിട്ടുണ്ട്, പാറേൻ്റെ മേളിൽ നിന്ന് വഴുതി വീണിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി എനിക്ക്. അതിന് വലിയ സങ്കടം ഇല്ല, ഭയങ്കരമായിട്ട് സങ്കടമായി. എൻ്റെ മുന്നിൽ വീണപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണേ. ഇതിലേ പോവാ. നീ ഇതിട്ടോ. അങ്ങനെ പിന്നെ എന്താ ചെയ്യുക, വീണു. പിന്നെ സങ്കടമുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഇക്കാക്ക് ഒരുപാട് എൻ്റെ ഇക്ക വീണതോ നമ്മൾ ഒരുപാട് തടവി കൊടുക്കാനും എങ്ങനെയുണ്ട്, എന്തോ പറ്റി, പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത് തന്നെ പുള്ളിക്കാൻ ഏറ്റവും വലിയ ദേഷ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, വെറുതെ എല്ലാം ഊരി അങ്ങനെ നേരെ വെള്ളത്തിലേക്ക് ചാടിയത്. പിന്നെ അവിടെ നിന്ന് വഴുതി വീഴാൻ വേണ്ടി പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. ആ മേലേന്ന് ചാടിയില്ലേ, അത് അനുസരിക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വഴുതി വീഴാൻ പോയപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് അങ്ങോട്ട് പോകരുത് എന്ന് വെച്ചാൽ. ആദ്യം ഒരു ഷോക്ക് കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് ഭയങ്കര സങ്കടമാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ ഭർത്താക്കന്മാർ വീഴാന്ന് വെച്ചാൽ. പക്ഷേ പിന്നെ അത് ഓർക്കാൻ നല്ല രീതിയിൽ ചിരി കുറേ വന്ന്. അങ്ങനെ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിനി വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. പച്ചയായ പാത്തു, മേക്കപ്പ് ഇല്ല, കൺമേശില്ല, ലിപ്സ്റ്റിക് ഇല്ല, ഒന്നുമില്ല, ചുണ്ട് കാണിക്കൂ. ഇവിടം കണ്ടാൽ അതൊന്നും വലിയ ഒഴുക്കില്ലെന്ന്, ഇറങ്ങിയാൽ ആ ഒഴുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇറങ്ങുന്നത് തന്നെ വലിയ ടാസ്ക്. ആ കല്ലുണ്ട്, അതെല്ലാം വഴുതിയിരിക്കും, നമുക്ക് ഇറങ്ങാൻ പോലുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല. പിന്നെ അങ്ങനെ പിന്നെ ഇറങ്ങി. വേറെ അതൊന്നും പറയണ്ടല്ലോ, ഇത് എന്നെ കാണുമ്പോൾ എന്നോട് പറഞ്ഞ മൊഞ്ചില്ലാന്ന്. അപ്പോൾ ഞാൻ ബാഗിൽ ലിംബാം ഉണ്ടായിരുന്നു, അതെടുത്ത് വരത്തേച്ച് അതുവരെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീണു ഗൈസ്. ഞാൻ അങ്ങനെ വീഴാറില്ല ഗൈസ്. ഞാൻ ഈ ചെരുപ്പുണ്ടല്ലോ, ഈ ചെരുപ്പ് സേഫ്റ്റി ചെരുപ്പാണ് ഉള്ളത്, പറയാനുള്ള സേഫ്റ്റി ചെരുപ്പാണ്. ഞാനിത് പാത്തു ഊരി കൊടുക്കലും ഞാൻ വീഴലും. ഓളെ സേഫ്റ്റി പാത്തല്ലേ. അങ്ങനെ ഈ ചെരുപ്പ് ഞാൻ ഊരി കൊടുത്തേ, ഓള് സേഫായിട്ട് ഞാൻ വീണ് അയച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുളിയും ചെപ്പിമാരൊക്കെ കഴിഞ്ഞ് അതെ, കുളി കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുളിക്കാറില്ല എന്നാലും പറയൂലല്ലോ. പാത്ത് കുളിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ കൊണ്ടുവന്നിട്ട് തേച്ച് കുളിപ്പിക്കും. അങ്ങനെ നമ്മൾ കുളിക്കാൻ പോയതൊക്കെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദൃശ്യം കണ്ട്, വേറെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ എന്തോത്തിനെ പിടിക്കാൻ പോകുന്നത് പോലെ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിലോട്ട് ചെന്ന് അങ്ങ് വീണ്. അപ്പോൾ അൻസൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തോ പറ്റിയേ. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ അതെന്തെങ്കിലും പിടിക്കുന്നതായിരിക്കും, എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ആദിവാസി അങ്ങനെ ആൾക്കാരില്ലേ, അടുത്തടുത്തൊക്കെ വീട് വെച്ചിട്ട് ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന അങ്ങനത്തെ ഉള്ള ആൾക്കാരാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞ് നിങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി നല്ല ഫിറ്റ്, ഓണമല്ലേ നല്ല ഫിറ്റാണ്. കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത് പോലെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഉടുപ്പും ചെരുപ്പും ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ കൂട്ടിക്കൊണ്ട് വരുന്ന ദൃശ്യമാണ് കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്തോ ഒരു ചിരി വന്നുപോയി. അങ്ങനെ നേരെ പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മളിവിടെ ഇനി ഒരു ചായ കുടിക്കണമെന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓണത്തിൻ്റെയൊക്കെ പ്രോഗ്രാം ഉണ്ട്. നബിദിനത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സമ്മാനദാനം കൊടുത്തു. എല്ലാവർക്കും കുറേ ഉണ്ട്, എന്തെല്ലോ പാത്രങ്ങളും ജഗ്ഗും അങ്ങനെ സെറ്റാണ് കൊടുക്കുന്നത്. പണ്ടത്തെ പോലെ നമുക്ക് ഗ്ലാസ് തന്ന് പറ്റിച്ചിട്ടില്ല. നമുക്ക് പണ്ട് ഒരു ഗ്ലാസ്, ഒരു മറ്റേ സ്പൂണ്, പ്ലേറ്റ് ഇതൊക്കെ തന്നിട്ട് നമ്മളെ പറ്റിക്കില്ലേ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കേട്ടോ,
പിന്നെ ഈ പ്രാവശ്യം മറ്റേ നബിദിനത്തിന് ചോറ് കൊടുത്തത് മറ്റേ എന്താ പറയുന്നത് മന്തി. ആ കാരണം ശരിക്കും മറ്റേ മദ്രസയിൽ കിട്ടുന്ന ആ പായസം ഉണ്ടല്ലോ, ആ പായസവും പിന്നെ മജ്ബൂസ് അതൊക്കെയാണ് ആ ഒരു നൊസ്റ്റാൾജിയ. അതാണ് അതിൻ്റെ ഒരു രസം. അതൊക്കെ പ്രതീക്ഷിച്ച് കുത്തിരിക്കുമ്പോൾ വില കൊടുക്കുന്നത് മന്തി. ഗായ്സ് ബ്ലോക്കാണ് ഗായ്സ്. എന്തിനീ ബ്ലോക്കെല്ലാം കാണുമ്പോൾ ബ്ലോക്ക് കിട്ടി ഗായ്സ്. എന്തോ പരിപാടി ഉണ്ട്. ബാക്കിയൊരു ബ്ലോക്ക് പേടിയാ. അതാ കളർഫുൾ എന്താ റോഡിൽ ആണ് പരിപാടി. നബിദിനത്തിന്റെ അങ്ങനെ അവിടെ നിന്ന് പോയ ജാഥ ഇവിടെ ഒരു ഗ്രൗണ്ടിലാണ് കൊണ്ട് ഇറക്കിയത്. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ അടിപൊളി ചായ കുടിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ചായയും ഒരു ലോഡർ ഫ്രൈസും മേടിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ട് അവിടെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ കണ്ട് ദൃശ്യങ്ങളൊക്കെ കണ്ട് ആ ഒരു നദിയൊക്കെ കണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള ഫുഡും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് വന്നു, അങ്ങനെ അതും കഴിച്ച് ചായയും കുടിച്ചിട്ട് അത് നേരെ തിരിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സന്തോഷം ഇവിടെ കഴിഞ്ഞു. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നത് തന്നെ ഒരു പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഞങ്ങളൊന്ന് കൂട്ടാക്കുക, ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.